ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഞാനൊരു 11 മാസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ 2 ലോങ് വീഡിയോസ് ഇടുന്നത്. അതിനുശേഷം ഇന്നാണ് ഞാൻ ഒരു വീഡിയോ എന്ന് പറഞ്ഞ് ലോങ് വീഡിയോ എന്ന് പറഞ്ഞ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താന്ന് പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പോൾ കറൻ്റ്ലി ഓസ്ട്രേലിയയിലാണ്. ഇവിടെ ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയ എന്ന് പറയുന്ന സ്ഥലത്ത് പെർത്ത് എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ എൻ്റെ മാസ്റ്റേഴ്സ് ഞാൻ UWA ആണ്, ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലാണ് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ UWA യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ യൂണി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കരിയർ ഫെയർ വെക്കാറുണ്ട്. അതായത് കുറേ വലിയ വലിയ കമ്പനീസ് വന്നിട്ട് നമ്മുടെ യൂണിയിൽ കരിയർ ഫെയർ നടത്തും. അതായത് നമ്മുടെ സ്റ്റുഡൻസിന് അവരുടെ കമ്പനിയിൽ എങ്ങനെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഏത് സൈറ്റിലൂടെയാണ് അവർ അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ സ്റ്റെപ്സാണ് അവർ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കമ്പനീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് തന്നെ ഡയറക്റ്റായിട്ട് യൂണിയിൽ വന്നിട്ട് കുട്ടികളെ കണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ഫെയർ, കരിയർ ഫെയർ. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. സോ അങ്ങനെ ഞാനും ഒരു കരിയർ ഫെയർ അറ്റൻഡ് ചെയ്തു. ഇത് അറ്റൻഡ് ചെയ്തത് ഞാൻ എൻ്റെ ഈ സെമ്മിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിരുന്നു. അതായത് എൻ്റെ ഈ സെമ്മ് സ്റ്റാർട്ടായത് ഫെബ്രുവരിയിലാണ്. അപ്പോൾ ഫെബ്രുവരി മാർച്ച് ആ ടൈമിലാണ് ഈ കരിയർ ഫെയർ ഞാൻ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇത് സംഭവം എന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ഫ്രീ ബീസ് കിട്ടി. അതായത് ഈ റെപ്രസെൻറ്റേറ്റീവ്സ് വരുന്ന സമയത്ത് സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് അത് ഷെയർ ചെയ്യണമെന്ന്. പക്ഷെ കുറേ ദിവസം ഇങ്ങനെ ലാഗ് അടിച്ച് ഇപ്പോൾ കുറേ മന്ത്സായി, എന്നിട്ടും എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഫൈനലി എനിക്ക് എന്തൊക്കെ കിട്ടി, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് എന്തൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിക്കാം. ഇതാണ് സംഭവം. ഇതിൽ ഫുള്ള് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങളാണ്. ആക്ച്വലി ഞാൻ ഇത് കുറേ ലെവൽ, ഒരു ബിൽഡിങ്ങിൽ പല ഫ്ലോറിലായിട്ടായിരുന്നു ഈ കരിയർ ഫെയർ നടത്തിയിരുന്നത്. ഫസ്റ്റ് ഞാനൊരു റൗണ്ട് കറങ്ങി വന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു, ഇതൊക്കെ എടുക്കാവോ? ഇങ്ങനെ ടേബിളിൽ ഇതെല്ലാം നിരത്തി വെച്ചിട്ടുണ്ടാവും, ഓരോരോ സ്റ്റാൾസ് ഉണ്ടാവും ഓരോരോ കമ്പനികൾക്ക്. അപ്പോൾ ഇതെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ആലോചിക്കുമായിരുന്നു, ഇതൊക്കെ എടുക്കാവോ? ഇവരാണെങ്കിൽ പറയുന്നുമില്ല, ഇതെടുക്കുമെന്ന് പറയുന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചത് ഇനി അവിടെ സെലക്ട് ആയവർക്കൊക്കെ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അങ്ങ് പോകുന്നത്. പിന്നെ നോക്കിയപ്പോൾ ഒരു റൗണ്ട് കറങ്ങി വന്നു. ഞാൻ ഇതെല്ലാം ഈ കമ്പനീസിനെയൊക്കെ നോക്കിയിട്ട് വന്നു. അങ്ങനെ നോക്കിയിട്ട് വന്നപ്പോഴത്തേക്കും കുറേ സ്റ്റുഡൻസ് അവരോട് ചോദിക്കുന്നുണ്ട്, ഇതെടുത്തോട്ടെ. അന്നേരമാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ നമുക്ക് എടുക്കാമെന്ന്. പിന്നെ ഞാൻ ചെയ്തത്, വീണ്ടും ഒന്നുകൂടെ പോയിട്ട്, നമ്മൾ വെറുതെ വന്ന പോലെ ആവരുതല്ലോ, അതുകൊണ്ട് ഞാൻ വീണ്ടും പോയിട്ട് ഓരോ കമ്പനീസിൻ്റെ അടുത്തുനിന്ന് എനിക്ക് ആവശ്യമുള്ള, ഞാൻ എല്ലാ കമ്പനീസൊന്നും എടുത്തില്ല, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു. ഓക്കെ, ഇനി ഞാൻ എന്താണേലും ലാഗ് എടുപ്പിക്കുന്നില്ല, ഞാൻ ഓരോ സാധനങ്ങളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഞാൻ കുറച്ച് ടീഷർട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു കുറേ കമ്പനീസിൽ നിന്ന്. അത് ഞാൻ കാണിച്ചു തരാം. വലിയ ഗുണമൊന്നുമില്ല, ഞാൻ വിചാരിച്ചു വീട്ടിലിരിക്കുമ്പോൾ ഇടാലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇതുവരെ ഞാൻ ഇട്ടില്ല, കാരണം ഇതൊക്കെ കാണിച്ചിട്ടിടാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ പേര് ഒപ്റ്റിവർന്നോ അങ്ങനെ എന്തോ കമ്പനിയുടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിൽ ഇങ്ങനത്തെ പ്രിൻ്റ്, നോർമൽ ടീഷർട്ട്സ് ആണ്, നമുക്ക് വെറുതെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഇടാൻ പറ്റിയ ടീഷർട്ട്സ്. ഇതൊരെണ്ണം, അങ്ങനെ അവരുടെ തന്നെ ആണെന്ന് തോന്നുന്നു. ഇതും അല്ല, ഇത് വേറെ ഏതോ കമ്പനിയുടെയാണ്, ഓക്സ് ക്യാമലോ എന്തിലോട്ടെ. കയ്യിലൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ പ്രിൻ്റ്. വലിയ ക്വാളിറ്റി ഒന്നുമില്ല, എന്നാൽ നമുക്ക് റഫ് യൂസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടീഷർട്ടാട്ടോ. പിന്നെ തേർഡ് വൺ, ഈ ഒരു ടീഷർട്ട്, ഇതും അതുപോലെ തന്നെ ക്വാളിറ്റി ഒന്നുമില്ല, നമുക്ക്
ഇപ്പം ഞാൻ ലാസ്റ്റ് കാണിച്ച ടീഷർട്ടിൻ്റെ കമ്പനിയുടെ തന്നെയാണെന്ന് തോന്നുന്നു. ഇവർ ഇതിൻ്റെ അകത്ത് ജെയിൻ സ്ട്രീറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതും വലിയ ക്വാളിറ്റി ഒന്നുമില്ല. നമുക്ക് എന്താ പറയുക, വീട്ടിൽ കൂടെയൊക്കെ ഇട്ടുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത 3 ടീഷർട്ട്സാണിത്. പിന്നെ എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറേ ഡയറീസ് ഞാൻ എടുത്തു. ആവശ്യമൊന്നുമില്ല, എന്നാലും എന്താ പറയുക, എന്തെങ്കിലും നോട്ടോ എഴുതി പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത ഡയറീസാണ്. ഇതൊരു ഡയറി. ഈ ഡയറിയുടെ കൂടെ തന്നെ നമുക്കൊരു പേനയും കിട്ടുന്നുണ്ട്. ഇതിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ടാണ് അവർ തന്നത്. ഇതൊന്നും ഞാൻ എന്താ പറയുക, യൂസ് ആക്കിയിട്ടില്ല, അതേപോലെ തന്നെ വെച്ചേക്കുക. പേന അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. നമ്മളിതിലങ്ങ് എഴുതിയാൽ മതി, എന്നിട്ട് എഴുതിയിട്ട് ഈ പേന ഇതിൻ്റെ അകത്ത് വെച്ചാൽ മതി. കമ്പനിയുടെ പേരെന്താ, ലൈക്കോ പൂഡിയോ അങ്ങനെ എന്താണ്ടാണ്, വാട്ടവർ. പിന്നെ ഇത് ഡയറി അല്ല, ഇതൊരു നോട്ട് പാഡ് പോലെയാണോ, നോട്ട് പോലെയൊക്കെ. ഡയറി അല്ല, നോട്ട് പോലെ. നമുക്ക് എന്തെങ്കിലും നോട്ട്സൊക്കെ എഴുതാമെന്ന് വെച്ചിട്ട് അങ്ങനെ വരണം. ഇത് ആ ടീഷർട്ട് കിട്ടിയില്ലേ, ജെയിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട്, ആ കമ്പനിയുടെ ഡയറിയാണ്. ഇത് നല്ല രസമുണ്ടായിരുന്നു. ഇത് ഞാൻ ഇപ്പോഴാട്ടോ ശ്രദ്ധിക്കുന്നത്. ഇതിൽ ഗ്രിഡ് ലൈൻസ് ആണ്, നോർമലായിട്ടുള്ള സിംഗിൾ ലൈൻ അല്ല, ഗ്രിഡ് ലൈൻസ് ആണ് ഇതിൻ്റെ അകത്ത്. ഇതും നമുക്ക്, ഇപ്പോൾ ഇത് ഡയറി ആണോ എനിക്കറിയില്ല. ഇത് ഡയറി എന്ന് നമുക്കിതിനെ പറയാൻ പറ്റുമോ? ഇതും എന്താ, നോട്ട് എഴുതാൻ പറ്റിയ സാധനങ്ങളാണ്. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറേ പേര് അല്ലെ, കുറേ പഠിക്കുന്ന കുട്ടികളാവട്ടെ, സ്റ്റുഡൻസ് ആവട്ടെ, അവരൊക്കെ നോട്ട് എഴുതുന്നത് ഇങ്ങനത്തെ ഗ്രിഡ് ലൈൻസിലാണ്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇതിൽ എഴുതുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഞാൻ എന്താണെങ്കിലും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഗ്രിഡിൽ നോട്ടൊക്കെ എഴുതി പഠിക്കുന്ന കാര്യം. പിന്നെ ഈ ഒരു കമ്പനിയുടെ ഡയറി, കൺസോളിഡേറ്റഡ് പവർ ഓഫ് പ്രോജക്ട്സോ, ഇത് എനിക്കറിയില്ല ഇതൊക്കെ ഡയറി ആണോ എന്ന്. നമ്മൾ ഡയറിയിൽ നിന്ന് എന്തിനാണ് പറയുന്നത്, ഡേറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നതിനാണോ ഡയറി എന്ന് പറയുന്നത്? ഇതിൻ്റെ അകത്ത് ഡേറ്റ്സ് അല്ല, ജസ്റ്റ് ലൈനൊക്കെ വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് നോട്ടെന്നാണോ പറയുക, ഡയറി എന്നാണോ പറയുക? എനിക്കതൊരു ഡൗട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങൾ ഇതിൽ കമൻറ്റ് ഇടണം കേട്ടോ. ഇതും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് പേപ്പറൊക്കെ. അപ്പം ഞാൻ വെറുതെ എടുത്താണ്, ഇതൊന്നും ഞാൻ ഇതുവരെ യൂസ് ആക്കിയിട്ടില്ല. എന്നാലും വെറുതെ എടുത്തു നോക്കാം. പിന്നെ കുറച്ച് എന്താ പറയുക, കുറച്ചുകൂടി റേറ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി വില തോന്നിക്കുന്ന കൂട്ട് സാധനങ്ങൾ ഞാൻ എടുത്തായിരുന്നു. അതായത് കുറച്ച് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. സോ ഇതെന്താന്ന് ഞാൻ അന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു. ഇപ്പം എനിക്കൊരു ഐഡിയ ഇല്ല, നമുക്കത് പൊട്ടിച്ച് നോക്കാം. ഇത് സിനർജി എന്നാണോ സൈനർജി എന്നാണോ അങ്ങനെ പറയുന്ന ഒരു ബ്രാൻഡെന്ന് പോട്ടെ, കമ്പനിയുടെ പവർ ബാങ്ക് ആണെന്ന് തോന്നുന്നു. പവർ ബാങ്ക്. ഇത് ഞാൻ ഫ്രീ ആയിട്ട് എടുത്തുകൊണ്ട് വന്നാട്ടോ അവരുടെ സ്റ്റോളിൽ നിന്ന്. ഇതൊന്നും ഞാൻ യൂസ് ആക്കിയില്ല, എല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ട് യൂസ് ആക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഇതൊന്നും യൂസ് ആക്കിയില്ല. അതെല്ലാം ഞാൻ അതേപോലെ തന്നെ വെച്ചേക്കുമായിരുന്നു, ഒന്നും ഞാൻ ഉപയോഗിച്ചില്ല. ഇപ്പോൾ ഒരു പവർ ബാങ്ക് കിട്ടി. ഇനി ഈ ബോക്സിൽ എന്തായിരുന്നു, എന്താണെന്ന് നോക്കാം. ഞാൻ സത്യം പറഞ്ഞതൊക്കെ നോക്കിയതാ. ഇത് ഇലക്ട്രോണിക് സാധനം അല്ല കേട്ടോ, ഇതൊരു മഗ്ഗാണ് ഗൈസ്, മഗ്. നമുക്ക് ഇതെങ്ങനെയാണ് തുറക്കുന്നേ? യെസ്, ഇതിലേ കൂടെ ഈ അടച്ചു വെക്കുന്ന സാധനം തുറന്നിങ്ങനെ എല്ലാം പോയി, കുഴപ്പമില്ല. ഈ അടച്ചു വെച്ച സാധനം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാം, കുടിക്കാം കോഫിയൊക്കെ. മഗ്ഗാണോ ടംബ്ലറാണോ? കോഫിയൊക്കെ ഈ വർക്കിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതിൽ ഒഴിച്ചിട്ട് ക്ലോസ് ആക്കി കയ്യിൽ കൊണ്ട് നടക്കാം. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, നൈസായിട്ടുണ്ട് അല്ലേ, ക്യൂട്ടല്ലേ, നല്ലല്ലേ? അങ്ങനെ ഒരു എന്താ പറയുക, മഗ്ഗോ ടംബ്ലറോ എന്തെങ്കിലും ആവട്ടെ,
അങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സാധനം, ഇത് വയർലെസ് ചാർജറാന്ന് തോന്നുന്നു. വയർലെസ് ചാർജർ, യെസ്, വയർലെസ് ചാർജർ കിട്ടി. ഇതിൻ്റെ ബാക്കി സാധനങ്ങൾ എവിടെയാണെന്ന് നോക്കണില്ല. ഇതാണെന്ന് തോന്നുന്നു അതിൻ്റെ വയറും കാര്യങ്ങളും. അങ്ങനെ ഒരു വയർലെസ് ചാർജർ കിട്ടി. പിന്നെ ഇതതിൻ്റെ പെട്ടിയാണ്. പെട്ടിന്നൊക്കെ മാറിക്കിടക്കുകയാണ്. യെസ്, നമുക്കൊരു പെൻ ഡ്രൈവ് കിട്ടി ഗൈസ്. പെൻ ഡ്രൈവ്, ഈ പെൻ ഡ്രൈവ് ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഇതൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് വെറുതെ വേസ്റ്റ് ആക്കുന്നത്, ഇതൊക്കെ എടുത്തായിരുന്നു. ഇത് ആദ്യമേ അവർ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഒരു റൗണ്ടിൽ തന്നെ കാര്യം കഴിച്ചിട്ട് വീട്ടിൽ പോകായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത് പോകേണ്ട കാര്യം വരില്ല. പിന്നെ എനിക്ക് കിട്ടിയൊരു സാധനം ഇതാണ്. ഞാനിത് സത്യം പറഞ്ഞാൽ ഒരു മാഗ്നറ്റാണെന്ന് വിചാരിച്ചെടുത്തതാണ്. പക്ഷെ ഇത് മാഗ്നറ്റ് അല്ലായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ക്വയറായിട്ടിരിക്കുമായിരുന്നു. ഞാൻ മാഗ്നറ്റാണെന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടി ഞാൻ ഈ പരിവാക്കി. സംഭവം ഇത് റൂബിക്സ് ക്യൂബ് പോലത്തെ ഒരു സാധനമാണ്. അതായത് ഇനി നമ്മളിത് തിരിച്ച് എന്താ പറയുക, സ്ക്വയർ പോലെ ആക്കണം. അതാക്കാനുള്ള ബുദ്ധിയും ബോധവും ഒന്നും എനിക്കില്ല. പിന്നെ ഞാനിതെങ്ങനെ സ്ക്വയറാക്കും അല്ലേ? അപ്പം ഞാനത് ഇങ്ങനെ തന്നെ എന്താ പറയുക വെച്ചേക്കുക. എനിക്കറിയില്ല ഇതെന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ സത്യം പറഞ്ഞ ഇത് മറ്റേ മാഗ്നറ്റിനോ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന കൂട്ട് മാഗ്നറ്റോ അങ്ങനെ എന്തോന്നാന്ന് പറഞ്ഞെടുത്ത്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഞാൻ കഴിക്കാനായിട്ട് എടുത്ത കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെ ആക്ച്വലി ഞാൻ എന്താ പറയുക, ഇതിൻ്റെ അകത്തുനിന്ന് 2-3 എണ്ണമൊക്കെ കഴിച്ചു നോക്കിയായിരുന്നു. അത് പിന്നെ ഞാൻ എന്താണെന്നറിയില്ല, കഴിക്കേണ്ടെന്ന് വിചാരിച്ചതാണ് വീഡിയോ എടുക്കുന്നവരെ. പക്ഷെ എനിക്ക് എന്തോ കഴിക്കാൻ തോന്നിയപ്പോൾ ഞാനെടുത്ത് കഴിച്ചു. അതിന് ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് സ്നാക്സും ചോക്ലേറ്റ്സും ഒക്കെയാണ് ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. ആദ്യത്തത് തന്നെ ഈ ഒരു പ്രിങ്കിൾസ്. ഞാൻ സ്പ്രിങ്കിൾസ് എന്നാട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത്. ആണ് പ്രിങ്കിൾസ്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ ഞാൻ ഈ സാധനം ഇതുവരെ കഴിച്ചിട്ടില്ല. നമ്മുടെ ലേസൊക്കെ പോലെ ഇരിക്കുന്നതാണ് ഫോട്ടോയിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മിനീസാണ്, അതായത് ചെറിയ സാധനങ്ങളാണ്. ഇതിപ്പോൾ വന്നിട്ട് സോർ ക്രീം ആൻഡ് ഒണിയൻ, നമ്മുടെ പച്ച ലേസില്ലേ അതിൻ്റെ ടേസ്റ്റാണെന്ന് തോന്നുന്നു. കഴിച്ച് നോക്കണം. അപ്പോൾ ഇതൊരെണ്ണം ഞാൻ എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ ഞാൻ എടുത്തത് കിറ്റ്കാറ്റ് മിനിയാണ് കേട്ടോ, മിനി. ഇതിൻ്റെ വേറൊരു ഒരു കിറ്റ്കാറ്റും കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കഴിച്ചു. എന്താണെന്നറിയില്ല, എനിക്ക് കഴിക്കാൻ തോന്നി, ഞാൻ കഴിച്ചു. പിന്നെ ഉള്ളത് നമ്മുടെ ഡെയറി മിൽക്ക്. നമ്മുടെ നാട്ടിലെ ഡെയറി മിൽക്ക് തന്നെയാണ്, പക്ഷെ കവറിങ്ങൊക്കെ വേറെ എന്തോ വ്യത്യാസമൊക്കെ ഉണ്ട്. എൻ്റെ ടേസ്റ്റ് സെയിം ആണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ ഒരു മുട്ടായി, ബൂസ്റ്റ് എന്ന് പറയുന്ന മുട്ടായിയാണ്. ഈ മുട്ടായി സത്യം പറഞ്ഞാൽ കാഡ്ബറിയുടെ തന്നെ മുട്ടായിയാണ്. പക്ഷേ ഇതും ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല, കഴിച്ചു നോക്കണം. പിന്നെ എനിക്ക് കിട്ടിയത് മറ്റേ ഓറിയോ ബിസ്ക്കറ്റ് ഇല്ലേ, നോർമൽ ഓറിയോ, അതിൻ്റെ തന്നെ ഇങ്ങനത്തെ മിനി പാക്കറ്റ് കിട്ടിയായിരുന്നു. അത് ഞാൻ എടുത്തുകൊണ്ട് പോകുന്നായിരുന്നു. അത് കുറച്ചേ ഉള്ളൂ, അതും ഈ ഒരു സൈസിൽ തന്നെ ആയിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളത്, അത് നമ്മുടെ 1 റുപ്പി കോയിനില്ലേ, 1 രൂപ കോയിൻ, ആ ഒരു സൈസിലുള്ള ഓറിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനത് കഴിഞ്ഞ ദിവസം അതും ആ കിറ്റ്കാറ്റിൻ്റെ കൂടെ കഴിച്ചു. എനിക്ക് കഴിക്കാൻ തോന്നിയിട്ട് എന്താ ചെയ്യുക, വിശന്നപ്പോൾ ഞാൻ രാത്രി വിശന്നപ്പോൾ എടുത്ത് കഴിച്ചു. അപ്പോൾ അതും ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്രോട്ടീൻ ബാർ ഉണ്ടായിരുന്നു. എനിക്ക് പ്രോട്ടീൻ ബാർ വലിയ ഇഷ്ടമില്ല. പിന്നെ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്കിഷ്ടപ്പെട്ടില്ല. ചോക്ലേറ്റ് ഫ്ലേവർ എന്തോ ആയിരുന്നു, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ അതും കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഫുഡിൻ്റെ കാറ്റഗറിയിൽ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന സാധനം. പിന്നെ കുറച്ച് പേനകൾ കിട്ടി. നല്ല പേനകളല്ലേ. ഇതൊക്കെ ഞാൻ എന്ന് എഴുതുമെന്ന് എനിക്കറിയില്ല. ഓരോരോ കമ്പനി, ഈ BHP ഉണ്ടോ, ഇതൊക്കെ ഫേമസ് കമ്പനികളാണ്. BHPൻ്റെ പേനകൾ, അയണോർ എന്ന് പറഞ്ഞ കമ്പനിയുടെ പെൻ. ഓക്കെ, ഇതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നു. ഇതൊക്കെ എന്ന് എഴുതി തീർക്കും എന്ന് എനിക്കറിയില്ല, എന്നാലും ഇരിക്കട്ടെ അല്ലേ. അങ്ങനെ പേനകൾ കുറച്ചെടുത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ്. ലാസ്റ്റ് ഇതൊക്കെ ഇട്ട് വെച്ചിരുന്ന സാധനം കാണിക്കുന്നത്. പിന്നെ ഈ ഒരു സഞ്ചി ഞാൻ വിചാരിച്ചു വല്ലോ പച്ചക്കറിയോ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ
ഇട്ട് കൊണ്ടുവരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത സാധനങ്ങളാണ്. ഇനിയിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് ഇതൊക്കെ എനിക്കൊന്ന് കഴിക്കാം. അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ വിചാരിക്കും ഞാനിതൊക്കെ പെറുക്കാൻ പോയതാണോ? അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടുമോ, എങ്ങനെയാണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ വെസ്റ്റേൺ ഓസ്ട്രേലിയ എന്നറിയാനാണ് പോയത്. അതുകൊണ്ട് തന്നെ എന്താണേലും ഇത് മെയിനായിട്ട് ഞാൻ ഇൻറ്റേൺഷിപ്പായിട്ടോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് വെക്കേഷൻ ടൈമിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം എനിക്ക് വെക്കേഷനായി. ഈ ജൂൺ ജൂലൈ ടൈം എന്ന് പറഞ്ഞാൽ വെക്കേഷനാണ്. അപ്പം ഞാൻ ആലോചിച്ചു, ഞാനിപ്പോൾ ശരിക്കും കാര്യങ്ങളൊക്കെ ഫിഗർ ഔട്ട് ചെയ്ത് വരുന്ന ഒരു ടൈമാണ്. അതായത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി വരുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോഴേ ഓടിച്ചെന്ന് ഇൻറ്റേൺഷിപ്പ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് വലുതായിട്ട് ചെയ്തില്ല, ഇടപെട്ടില്ല. എന്ന് വെച്ചാൽ ഞാനൊന്നും ചെയ്യാതെ വന്നില്ല. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തു. കുറച്ച് നോട്ടീസസ് ഒക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്ത് അപ്ലൈ ചെയ്യണം. അപ്പം അതൊക്കെ ഞാൻ വേണ്ടതൊക്കെ എനിക്ക് ആവശ്യമുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള സോഴ്സസ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മേ ബി അടുത്ത വെക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വെക്കേഷൻ എനിക്കിപ്പോൾ എന്താണേലും 2 ഇയർ കോഴ്സാണ്. അപ്പോൾ അതിനുള്ളിൽ ചെയ്യേണ്ട കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു മേ ബി അടുത്ത വെക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വെക്കേഷൻ അതിനെക്കുറിച്ച് ആലോചിക്കാം. ഇപ്പോൾ കുറച്ച് എന്തൊക്കെയാണ് സംഭവങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയും കരിയർ ഫെയർസ് വരുന്നുണ്ട്. എന്താണേലും ഞാൻ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. കാരണം അതൊക്കെ നമുക്ക് ജോലി കിട്ടാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പോയി നോക്കിയെന്നുള്ളൂ. അന്ന് ആ ടൈമിൽ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോവാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്താണേലും പറയണം, വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. അതുപോലെ നിങ്ങൾക്ക് ഇവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെങ്കിൽ ആവട്ടെ, അത്ര തന്നെ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ കുറേ പേര് ഇവിടെ എങ്ങനെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഇൻസ്റ്റയിൽ കൂടെ പറയാമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തീരാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അതും ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.